വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷയിൽ ഡിഗ്രി പരീക്ഷകളിൽ PSC ആവർത്തിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഫുള്ള് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ SCRT ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി SCRT പഠിക്കാത്തവർക്കും SCRT പഠിച്ചു തുടങ്ങിയവർക്ക് റിവിഷൻ പോലെയാണ് ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ PSC ആവർത്തിക്കുന്ന ഓരോരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഓരോ ടോപ്പിക്സ് PS ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നാമത്തെ സംസ്ഥാനം എന്ന് പറയേണ്ടത്? അതായത് 2022 ജനുവരി 21 ഒരു സംസ്ഥാനം എന്ത് ചെയ്തു? 50ാമത്തെ സംസ്ഥാന ദിനമായിട്ട് ആചരിച്ചു. 3 സംസ്ഥാനങ്ങളിൽ തന്നിരിക്കുന്നതിൽ ഏതൊരു സംസ്ഥാനമാണ് ഈ 50ാമത്തെ സംസ്ഥാന ദിനം ആചരിച്ചത്? ഏതാണ്? നാഗാലാൻഡ്. നാഗാലാൻഡാണ് 50ാമത്തെ സംസ്ഥാന ദിനം 2022 ആചരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി 1938 ദേശീയ ആസൂത്രണ കമ്മീഷന് മുൻഗാമിയാണ് ഈ ദേശീയ ആസൂത്രണ സമിതി എന്ന് പറയുന്നത്. അത് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1938 ദേശീയ ആസൂത്രണ സമിതിയിലെ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ SCRT പറയുന്നൊരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് വരുന്നത്? ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ് ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ് 1938. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം എന്നാണ് അറിയപ്പെടുന്നത്? അതായത് 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറിയിട്ട് ഒരു പര്യടനം നടത്തി. ആ പര്യടനത്തെ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് പര്യടനം? ഹരിജൻ യാത്രയായിരുന്നില്ല, ഹരിജൻ യാത്രയാണ് പര്യടനം എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ടയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നതിൽ നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? പുരാണക്കില അല്ലേ? ബാക്കി ലാഹോർ കോട്ട, ആഗ്ര കോട്ട, അലഹാബാദ് കോട്ടയൊക്കെ അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച കോട്ടകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വയനാട്ടിൽ 1812 ഏതാണ്? കുറിച്യ കലാപം അല്ലേ? കുറിച്യ കലാപത്തിന് നേതാവ് ആരാണ്? കുറിച്യ കലാപത്തിൻ്റെ നേതാവ് രാമൻ നമ്പി ആണല്ലേ? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കഴിഞ്ഞ കൊല്ലം നടന്ന LDS ലാസ്റ്റ് ഡേ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ കുറിച്യ കലാപത്തെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് ഡീറ്റെയിലായിട്ട് പഠിച്ചു വയ്ക്കാം. അപ്പോൾ 1812 വയനാട്ടിൽ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു? കുറിച്യ കലാപം നടന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? കല്ലുമാല സമരം അല്ലെങ്കിൽ എന്താണ്? പെരിനാട് കലാപം ഇതിൽ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ? കല്ലുമാല സമരത്തിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? കല്ലുമാല സമരത്തിലുണ്ടായിരുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം പെരിനാട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. ഏതായിരുന്നു വർഷം? 1815 കല്ലുമാല സമരം നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? കേരളം സമ്പൂർണ്ണ സാക്ഷരതയായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളം എന്നാണ് സമ്പൂർണ്ണ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്? തന്നിരിക്കുന്നതിൽ 1991 കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2ാം ലോക മഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? 2ാം ലോക മഹായുദ്ധത്തിൽ എവിടെയാണ് യുദ്ധക്കുറ്റവാളികൾ വിചാരണ ചെയ്യപ്പെട്ടത്? തന്നിരിക്കുന്നവയിൽ ഏതാണ്? ന്യൂറംബർഗിലാണ് 2ാം ലോക മഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ വിചാരണ ചെയ്യപ്പെട്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും ചങ്ങലയിലാണെന്ന് പറയുന്നത് ആരാണ്? നമ്മൾ വിപ്ലവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിൽ പറയുന്നതാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും ചങ്ങലയിലാണെന്ന് പറയുന്നത് ആരായിരുന്നു? ആരാണ് പറഞ്ഞത് അങ്ങനെ? ജീൻ ജാക്കോസ് റൂസോ അല്ലേ? റൂസോയാണ് പറഞ്ഞത് ചങ്ങലയിലാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നുവെന്നും എല്ലായിടത്തും ചങ്ങലയിലാണെന്ന് പറഞ്ഞ ആരാണ്? റൂസോയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതാണെന്ന് അറിയണം അല്ലേ?
ഓക്കെ, സ്പാനിഷ്, അതുപോലെ തന്നെ ഫ്രഞ്ച്, സ്പാനിഷ്, അറബിക് എന്നിവയൊക്കെ എന്താണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളാണ്. പോർച്ചുഗീസ് വരുന്നില്ല. അപ്പോൾ സ്പാനിഷ്, ഫ്രഞ്ച്, അറബിക് എന്നിവയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? അപ്പോൾ 2016 ഈ കൊല്ലം മുതൽ കോട്ടപ്പുറം എന്നുള്ളത് എങ്ങോട്ടേക്കാണ് നീട്ടിയിട്ടുണ്ടായിരുന്നത്? ഏതാണ്? കോഴിക്കോട് അല്ലേ? കോഴിക്കോട് വരെയാണ് നീട്ടിയിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ പഠിച്ചിരുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയായിരുന്നു. അതിനുശേഷം 2016 നീട്ടി കോഴിക്കോട് വരെയാക്കി അല്ലേ? കൊല്ലം ടു കോഴിക്കോട് വരെയാക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ എന്താണ് ഇന്ത്യയിൽ ഭൂതാപനിലയില്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂതാപനിലയില്ലാത്ത ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ തന്നിരിക്കുന്നതിൽ എന്താണ്? നറോറ, അതുപോലെ തന്നെ സിംഗ്രൗളി എന്നിവയ്ക്ക് എന്താണ് ഭൂതാപനിലയാണ്. നറോറ, സിംഗ്രൗളി അല്ലേ? നറോറ അതുപോലെ തന്നെ സിംഗ്രൗളിക്ക് എന്താണ് ഭൂതാപനിലയാണ്. താതപാനി അതുപോലെ തന്നെ പുക വരുന്നില്ല, അതായത് 1, 3 വരുന്നില്ല. അപ്പോൾ നറോറയും സിംഗ്രൗളിയാണ് താഴെ പറയുന്നതിൽ ഭൂതാപനിലയിൽ ഉള്ളത് കേട്ടോ. തലയില്ലാതെ ചോദിക്കുകയാണെങ്കിൽ താതപാനിയും എന്താണ്? താതപാനിയും അതുപോലെ തന്നെ എന്താണ് പുക അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ജോഡികളിൽ എന്താണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് റോക്കും അതുമായി ബന്ധപ്പെട്ട രൂപാന്തരപ്പെട്ട പാറയാണ് തന്നിരിക്കുന്നത്. അതിൽ തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് തെറ്റിയിരിക്കുന്നത്. ഗ്രാനൈറ്റിൻ്റെ എന്താണ്? ഗ്രീസാണ് അല്ലേ? ഗ്രാനൈറ്റിൻ്റെ ഗ്രീസാണ്. അതുപോലെ തന്നെ മണൽക്കല്ല് സിസ്റ്റം എന്ന് പറയുന്നത് അത് തെറ്റാണ്. ചുണ്ണാമ്പ് കല്ല് മാർബിളാണ്. അതുപോലെ തന്നെ ഷെയ്ൽ എന്തായി മാറി? സ്ലേറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഗ്രാനൈറ്റ് എന്തായി മാറി? ഗ്രീസായി മാറി. ചുണ്ണാമ്പ് കല്ല് മാർബിളായി മാറി. ഷെയ്ൽ എന്തായി മാറി? സ്ലേറ്റ് ആയിട്ട് മാറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക് മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? പോളികോണിക് പ്രൊജക്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? 2024 പുതുവർഷ ദിനത്തിൽ എന്താണ് 7.5 സ്കെയിലിൽ ഭൂകമ്പവും നാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ എന്ന് പറയുന്നത് ഏത് ഏഷ്യൻ രാജ്യത്തു നിന്നുള്ളതായിരുന്നു എന്നാണ് ചോദ്യം. ഇതാണ് ജപ്പാനിലെ എല്ലാ ക്വസ്റ്റ്യനും കണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. ജപ്പാനിലാണ് ഈ നോട്ടോ വന്നത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ഏതാണ് വരുന്നത്? ഇതാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും അതുപോലെ തന്നെ നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോമാണ് ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ 1, 3 ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഒരു സങ്കോചപരമായിട്ടുള്ള ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? സർക്കാർ കുറഞ്ഞ സർക്കാർ ചിലവുകളും ഉയർന്ന നികുതികളും. കുറഞ്ഞ സർക്കാർ ചിലവ്, ഉയർന്ന നികുതിയാണ് ഒരു എന്താണ് പറയുന്നത്? ഒരു സ്ഥാനപരമായിട്ടുള്ള ധനത്തിൽ സർക്കാർ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ സർക്കാർ ചിലവും ഉയർന്ന നികുതികളാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാക്ടർ ചിലവിൽ GDP എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? GDP എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികളാണ് വരുന്നത്. വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ടർ ചിലവിലെ GDP കണ്ടുപിടിക്കാൻ പറ്റും. വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? സർക്കാർ ഇന്ത്യയിൽ എന്താണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കി? അത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്നാണ് ചോദ്യം. ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് എന്ന് നടപ്പിലാക്കുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇ-ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ഇ-ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാ അസംഘടിത തൊഴിലാളികളെ ഒരുമിച്ചാക്കുന്നതിന് വേണ്ടിയാണ് ഇ-ശ്രം പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടതാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത്? സിവിൽ സർവീസിൻ്റെ പ്രവർത്തനങ്ങളിൽ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അല്ലാത്തത് വരുന്നത്? ഏതാണ് നമുക്ക് എഴുതി നോക്കാം അല്ലേ. സിവിൽ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുക, നിയുക്ത നിയമ നിർമ്മാണം, സാമൂഹിക സേവനങ്ങൾ നിർവഹിക്കുന്നു. ഇവയ്ക്ക് എന്താണ്? സിവിൽ സർവീസിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഗവൺമെൻറ് നയങ്ങൾ നടപ്പിലാക്കൽ, നിയുക്ത നിയമനിർമ്മാണം, സാമൂഹിക സേവനങ്ങൾ നിർവഹിക്കുന്ന എന്നിവ. അപ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക എന്ന് പറയുന്നത് ഈ സിവിൽ സർവീസിൻ്റെ പ്രവർത്തനങ്ങളിൽ വരാത്തതാണ്. ബാക്കി 3 എന്താണ്? സിവിൽ സർവീസിൻ്റെ പ്രവർത്തനങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരി? NEGP എന്ന് പറയുന്നത് അല്ലേ, അതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ശരിയായിട്ടുള്ളത് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്തെത്തിക്കുക, കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക. പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്തെത്തിക്കുക, കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക എന്നതാണ് NEGP എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. NEGPയുടെ ലക്ഷ്യം എന്താണ്? പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്തെത്തിക്കുക, അതുപോലെ തന്നെ കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക എന്നാണ് പറയുന്നത്. NEGP കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായത്? രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലേ, ഏതാണ് ശരിയായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരി നോക്കി? സാമൂഹികവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം ശരിയാണ്. അതുപോലെ സംയോജനത്തിൻ്റെ പ്രവർത്തനമാണ്. രാഷ്ട്രീയ അധികാരം ഉപയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ ഇതൊക്കെ ശരി വരുന്നതാണ്. സാമൂഹികവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം, സംയോജനത്തിൻ്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം ഉപയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം. മുകളിൽ പറഞ്ഞില്ലെന്നാണ് ശരിയാണ് കേട്ടോ, രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരെന്താണ്? COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ഏതാണ് പദ്ധതിയുടെ പേര്? ആത്മനിർഭർ ഭാരത് രോജ്ഗർ യോജന. ആത്മനിർഭർ ഭാരത് രോജ്ഗർ യോജന, ABRY ആണ്. എന്ത് പറയുന്നത്? എന്താണ്? പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നയം സ്ഥാപിക്കുന്നതിനും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50 കുറച്ച സംസ്ഥാനം ഏതാണ്? ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വാർദ്ധക്യ പെൻഷൻ്റെ പ്രായപരിധി എത്രയാക്കി? 60-ൽ നിന്നും 50 ആക്കി അല്ലേ. അത് ഏത് സംസ്ഥാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ജാർഖണ്ഡാണ് കേട്ടോ. ജാർഖണ്ഡാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പോൾ ഇതിലേതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആണോ? ജവഹർലാൽ നെഹ്റു അല്ല അല്ലേ, അത് തെറ്റാണ്. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. 389 ആയിരുന്നു അല്ലേ, 389 ആയിരുന്നു. അതിനുശേഷമാണ് 299 മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് 389 ആയിരുന്നു. മഹാത്മാഗാന്ധി അസംബ്ലിയിലെ അംഗമായിരുന്നു അല്ല അല്ലേ, മഹാത്മാഗാന്ധി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. അപ്പോൾ 2 മാത്രമാണ് ഇതിൽ ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. താഴെ പറയുന്നതിൽ അത് ഏതിന് വിധേയമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്കറിയാം 25, 26 ആണെന്ന് പറയുന്നത് മതസ്വാതന്ത്ര്യയുടെ അവകാശം പറയുന്നത്. അപ്പോൾ ഇതിൽ 26 പറയുന്നത് ഇതിൽ എന്തിനാണ് വിധേയം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏതിനാണ് വിധേയം നോക്കി നോക്കിയേ. പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. മുകളിൽ പറഞ്ഞില്ല എന്താണ് ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? 2, 3 ഉണ്ട്. 2, 3 വരുന്നത്. ഇത് എന്താണ് വരുന്നത്? 48A-യും 51A നമുക്കറിയാം. 48A-ലും 51A-ലാണ് അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് വരുന്നത്. വന്യജീവി സംരക്ഷണം വരുന്നുണ്ട്. അതുപോലെ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വരുന്നത് 48A, 51A-ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. 106ാമത്തെ ഭേദഗതിയിൽ 106ാമത്തെ ഭേദഗതിയിൽ വരുത്തിയ മാറ്റമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ്?
ഏതാണെന്ന് നോക്കിയേ. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A ആയിരുന്നു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 330A, 332 എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 239A ആണ് ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 330Aയും 332Aയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ആൻസർ വരുന്നത് 1, 2 മാത്രമാണ് ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? വിജയിച്ചത് ആരാണ്? 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരായിരുന്നു? ആരാണ്? കാർലോസ് അൽക്കാരസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണ്? അഗ്നിസാക്ഷിയാണല്ലേ ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം. ഓസ്കാർ നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ് ഓസ്കാർ നേടിയ ആദ്യത്തെ മലയാളി. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് ആയിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്? ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ നേടിയ റൺസിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇതിൽ വരുന്നത്? 18,426. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? കാട്ടുകുതിര ആരുടെയാണ് എന്ന സിനിമയുടെ തിരക്കഥാകൃത്താണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? SL പുരം സദാനന്ദനാണ് കാട്ടുകുതിര എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥാകൃത്ത്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിനെ ആമുഖം എഴുതിയത് ആരാണ്? ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിനെ ആമുഖം എഴുതിയത് ആരാണ്? S ഗുപ്തൻ നായർ. കുമാരനാശാൻ അന്തരിച്ച വർഷം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുമാരനാശാൻ അന്തരിച്ച വർഷം ഏതാണ്? അന്തരിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 1924 2024 ആയിരുന്നു അല്ലേ ഇതുണ്ടായിരുന്നു, 100ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണമാണ് ആ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ജി അരവിന്ദൻ. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ലയണൽ സ്കലോനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണല്ലേ. മലപ്പുറത്താണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. IT-യുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ ഇതിൽ ശരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണക്ട് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഹബ്ബ് എന്ന് പറയുന്നത് എന്താണ്? നിരവധി കമ്പ്യൂട്ടറുകളെ ഒരുമിച്ച് ബന്ധിപ്പിക്കുകയാണ് ഹബ്ബ് ചെയ്യുന്നത്. ഹബ്ബ് എന്ന് വെച്ചാൽ എന്താണ്? നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കാനല്ലേ ഹബ്ബ് യൂസ് ചെയ്യുന്നത്. നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. റൂട്ടർ എന്ന് പറയുന്നത് എന്തിനാണ് സ്ഥിതി ചെയ്യുന്നത്? രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുക. രണ്ടെണ്ണത്തിനാണെന്നുണ്ടെങ്കിൽ എന്താണ്? റൂട്ടറാണ് വരുന്നത്. രണ്ടെണ്ണത്തിനെ ബന്ധിപ്പിക്കുന്നതിനായിട്ട് റൂട്ടർ ഉപയോഗിക്കും. നിരവധി കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നതിനായിട്ട് ഹബ്ബ് ഉപയോഗിക്കും. റിപ്പീറ്റർ എന്ന് പറയുന്നത് നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നൽ വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ്. സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നതിനാണ് റിപ്പീറ്റർ ഉപയോഗിക്കുന്നത്. ഗേറ്റ്വേ എന്ന് പറയുന്നത് വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യുവാനായിട്ടാണ് ഗേറ്റ്വേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹബ്ബ് എന്ന് വെച്ചാൽ നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. റൂട്ടർ എന്ന് വെച്ചാൽ രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുക. റിപ്പീറ്റർ എന്ന് വെച്ചാൽ നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുക. ഗേറ്റ്വേ എന്ന് വെച്ചാൽ വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം 41 വരുന്നത് D ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU ആണല്ലേ. വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായിട്ട് സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം ഏതാണ്? താൽക്കാലികമായിട്ട് സംഭരിക്കുന്നതിൽ CPU വേഗം ചെയ്യുന്നതിന് വേണ്ടി പ്രോസസ്സിംഗ് ചെയ്യുന്നതിനായിട്ട് നിർദ്ദേശങ്ങളും ഡാറ്റയൊക്കെ താൽക്കാലികമായിട്ട് സംഭരിക്കുന്ന ഒരു സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം ഉണ്ട്. ആ സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ക്യാഷ് മെമ്മറി ആണല്ലേ. ക്യാഷ് മെമ്മറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃനാമങ്ങൾ, പാസ്വേഡ് മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായിട്ടുള്ള ഫിഷിംഗ് സാങ്കേതികവിദ്യ ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയാണ്, അതിലൊരു ലിങ്ക് അയക്കുക, അതുപോലെ തന്നെ ഈ കാർഡും അതുപോലെ തന്നെ പാസ്വേഡൊക്കെ ഉപയോഗിച്ചിട്ട് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഫിഷിംഗ് സാങ്കേതികതയുണ്ട്. അത് പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത് ഇതിൽ? വെബ് ജാക്കിംഗ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
സ്വതന്ത്രമായി ആക്സസ് ചെയ്യുവാനും പരിഷ്കരിക്കുവാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ എന്താണ് പറയുന്നത്? സ്വതന്ത്രമായി ആക്സസ് ചെയ്യുവാനും പരിഷ്കരിക്കുവാനുള്ള ഒരു സോഫ്റ്റ്വെയറിനെ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ലേ? സ്വതന്ത്രമായിട്ട് ആക്സസ് ചെയ്യുക അതുപോലെ തന്നെ പരിഷ്കരിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ലാറി പേജും സെർജി ബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഏതാണ്? ലാറി പേജും സെർജി ബ്രിനും ഏത് സെർച്ച് എഞ്ചിനാണ് വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ഏതാണ്? ഗൂഗിളാണ് അല്ലേ? ഗൂഗിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? 2018 ആരംഭിച്ചതാണ് സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഇതിലേതാണ്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ ഇവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. അപ്പോൾ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളാണ് ഈ സൗരോർജ്ജം, കാറ്റുശക്തി, ബയോമാസ് എന്നൊക്കെ പറയുന്നത്. ഇവ വൈദ്യുതി ഉൽപ്പാദനത്തിൽ എങ്ങനെയാണ് സംഭാവന കുറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? ആൻസർ ഏതാണ് വരാൻ നോക്കിയും സൗരോർജ്ജത്തിന് കൂടുതലാണ് അല്ലേ? സൗരോർജ്ജത്തിന് കൂടുതലാണ് വരുന്നത് സൗരോർജ്ജത്തിന്. അതുപോലെ തന്നെ കാറ്റ് ശക്തിക്കും പിന്നെ കൂടുതലാണ് വരുന്നത്. പിന്നെ ബയോമാസിനാണ് നെക്സ്റ്റ് വരുന്നത്. ഊർജ്ജ സ്രോതസ്സുകൾ പറയുന്നത് വൈദ്യുതി ഉൽപ്പന്നം കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബയോമാസ് ഏറ്റവും കുറവ് വരും, പിന്നെ കാറ്റ് ശക്തി വരും, പിന്നെ സൗരോർജ്ജം വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറഞ്ഞതിൽ ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത് ഏതാണ്? ഇന്ത്യയുടെ അല്ലാത്ത ഉപഗ്രഹം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണെന്ന് നോക്കിയാൽ എക്സ്പോസാറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആണല്ലേ. അതുപോലെ തന്നെ IXP വരുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ SROSCC എന്ന് പറയുന്നത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈസിസ് എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമാണ്. എക്സ്പോസാറ്റ് അതുപോലെ തന്നെ SROSC അതുപോലെ തന്നെ ഹൈസിസ് എന്നിവയൊക്കെ ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജൈവവൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനുകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ നൽകിയിരിക്കുന്നത് ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കാം. ജൈവവൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഈ ജൈവവൈവിധ്യ കൺവെൻഷൻ എന്ന് പറയുന്നത്. അത് ശരിയാണ്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. അതും ശരിയാണ്. ദേശീയ ജൈവവൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. അതും ശരിയാണ്. ഒരു ദേശീയ ജൈവവൈവിധ്യ തന്ത്രം തയ്യാറാക്കുവാനും ഈ തന്ത്രം ജൈവവൈവിധ്യത്തിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നതും ശരിയാണ്. അപ്പോൾ ജൈവവൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനിൽ പറഞ്ഞ ശരി ഏതൊക്കെയാണ്? ജൈവവൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. അതുപോലെ ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. ദേശീയ ജൈവവൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. ഒരു ദേശീയ ജൈവവൈവിധ്യ തന്ത്രം തയ്യാറാക്കുന്നതിനും ഈ തന്ത്രം ജൈവവൈവിധ്യത്തിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ 1, 2, 3, 4 ശരിയാണ്. നെക്സ്റ്റ് സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രേഞ്ച് പോയിന്റ് L1 ദൂരം എത്രയായിരുന്നു? സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രേഞ്ച് പോയിന്റ് ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ഭൂമിയിൽ നിന്നും 1.5 ദശലക്ഷം കിലോമീറ്റർ 1.5 ദശലക്ഷം കിലോമീറ്ററാണ് സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രേഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്.